ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നും തിരുപ്പതിയിലാണുള്ളത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് പൈസ അവിടെ ഇടണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് പൈസ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ പൈസ എല്ലാം ഞാനൊരു കിഴി ഉണ്ടാക്കി അവിടെ ഇട്ടുകൂട്ടാം. അപ്പോൾ കിഴി കെട്ടിയിടണം എന്നാണ് ഐതിഹ്യം പറയുന്നതെന്ന്. അതിൽ ഭഗവാൻ ഇങ്ങനെ ദേവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കുബേരിൽ നിന്നും കടം വാങ്ങിയ പൈസയാണ് ഭക്തജനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഞാൻ ഒരു കിഴി കെട്ടിയിട്ടാ, ആ പൈസ എല്ലാം കിഴി കെട്ടിയാണ് അവിടെ ഇട്ടത്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന്. എന്താണ് നിങ്ങളോട് ഭഗവാന് പറയാനുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഒരു എനർജി എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. നോക്കാം ഇന്ന് എന്ത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളത്. യുവർ കോൾ വിൽ ബി ആൻസേർഡ് എന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ വിഷമമൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നു ഭഗവാൻ അത് കാണുന്നില്ല, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്, എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാത്തത്, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം കാണാത്തത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വിഷമിക്കുകയേ വേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം തരും. അപ്പോൾ നിങ്ങളുടെ വിളി കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ കരച്ചിൽ കാണുന്നു, നിങ്ങളുടെ വിഷമം കാണുന്നു. അപ്പോൾ നിങ്ങളുടെ വിളിക്കുള്ള ഉത്തരം തരും എന്നുള്ളതാണ് ആദ്യം തന്നെ കിട്ടിയത്. നമുക്ക് കാർഡ്സ് എടുത്തിട്ട് ടാരോ വെച്ച് കൂടി നോക്കാം. പേ ടൈമാണ്, ലോ ഓഫ് കർമ്മ, പ്യൂരിറ്റി, ഗോ ഫാൾസ് ഈഗോ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രൊട്ടക്ഷൻ, ഫ്ലോ വിത്ത് ദ റിഥം വന്നു, സറണ്ടർ, ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ, ദ എൻഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടഫ് ടൈംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും നല്ല സമയവും ചീത്ത സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കുറച്ച് മോശം സമയമാണ്, ടഫ് ടൈമാണ് എന്നുള്ളതാണ്. ഈ എന്ത് സംഭവിച്ചാലും അതിനെ വിട്ട് കളയാൻ ശ്രമിക്കുക. നമ്മൾ അത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അല്ലാതെ നമുക്ക് അനുഭവിക്കേണ്ടതാണ്. ഈ ഒരു കർമ്മ നമ്മൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അത് എത്ര വേദനയുള്ള, എത്ര കടന്നു പോകാൻ പറ്റൂല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യവും കടന്നു പോകും. ഈ ഒരു സമയം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു സമയമായിരിക്കാം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് കടന്നു പോകട്ടെ എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. പക്ഷേ അങ്ങനെ ആണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പേ ടൈമാണ്. ഇപ്പം ഇതിൽ ഭഗവാൻ പറയുന്നത് ഇത് നിങ്ങളുടെ കർമ്മഫലമാണ്. ഈ ഒരു സമയം നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും. അപ്പോൾ ഈ ഒരു ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മഫലം നിങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കുന്നു. അപ്പം അത് നമ്മളത് തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കർമ്മഫലം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു നല്ല കർമ്മം ചെയ്താലും അത് ഒന്നിലധികമായിട്ട് നമുക്ക് തിരിച്ചു തരും. നമ്മൾ നല്ല കർമ്മം ചെയ്താലും ഒന്നിലധികമായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ മോശം കർമ്മം ചെയ്താലും നമ്മളുടെ ജന്മാന്തരങ്ങൾ അത് പിന്തുടരും എന്നുള്ളതാണ്. അത് ഒരു ജന്മത്തിൽ തീരൂല. പക്ഷേ നമ്മളത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ കർമ്മം റിലീസാകും എന്നുള്ളതാണ്. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമേ അത് റിലീസ് ആവുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടാരോയിൽ നോക്കാം. 9 of Pentacles,
ഫിനാൻഷ്യൽ ഇഷ്യൂയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളൊരു മണി ബാഡ് കർമ്മ ചെയ്തു വെച്ച ആൾക്കാരായിരിക്കും. പക്ഷേ ആ ഒരു ഇതിൽ പേ ടൈമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പേ ടൈം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങൾ എന്താണോ വിധിച്ചത് അതാണ് നിങ്ങൾ കൊയ്യുന്നത്. അപ്പം ഈ ജന്മത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചിലപ്പം ഫിനാൻസ് ചിലപ്പം ദുരുപയോഗം എടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആവശ്യമില്ലാതെ ചിലവാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ പൈസ ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ പൈസ കൊണ്ട് മറ്റാരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസ നിങ്ങൾ അനാവശ്യമായിട്ട് ചിലപ്പം മറ്റുള്ളവരുടെ പൈസ അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉള്ളതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ പൈസ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളത് ആദ്യം കർമ്മവും കർമ്മഫലവും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് റിലീസ് ആവാൻ പറ്റും. നമ്മൾ ഈ ഒരു ജന്മത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യം നമ്മൾ അറിയണ്ട. പക്ഷേ റിയാലിറ്റിയാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാതെ കർമ്മം ഈ ജന്മത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒക്കെ ജന്മങ്ങളിൽ നമ്മളിത് ഡെപ്പോസിറ്റായിട്ട് ചെയ്ത് വെച്ച കാര്യം മാത്രമാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് നമുക്ക് വേണം എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസും വരുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിന്റെ ഫലവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് അബണ്ടൻസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ലോ ഓഫ് കർമ്മയാണ് വീണ്ടും വന്നിട്ടുള്ളത്. പേ ഫോർ യുവർ ഡീഡ്സ് ആണ്. നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നു. അപ്പം നമ്മളിത് പറയുമ്പം ചിലപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പലരും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ കർമ്മഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് നല്ലത് ചെയ്താൽ നല്ലത് വരും, അതിന് ഉറപ്പാണ്. അതിനും ഒരു സംശയം വേണ്ട. നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തേ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നിങ്ങളുടെ ജന്മങ്ങളായിട്ട് നിങ്ങളെ പിന്തുടരും എന്നുള്ളതാണ്. അതും ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്ത നന്മ അടുത്ത ജന്മത്തിലും അതിൻ്റെ അടുത്ത വരും ജന്മങ്ങളിലൊക്കെയും നിങ്ങൾക്ക് ആ നല്ല കർമ്മ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എത്ര വലിയ ടെൻഷനിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയാലും അതിലും ഒരു നന്മ നമുക്കുണ്ടാകും. ആ ഒരു സമയത്തും ഒരു മരുഭൂമിയിൽ ഒരു മരുപ്പച്ച എന്നൊക്കെ പറയും പോലെ അതിലൊരു പ്രതീക്ഷ പോലെ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാൻ ഇട്ട് തരും. അപ്പോൾ അതും നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്നുള്ളതാണ്, പ്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മൾ ശുദ്ധീകരണം വേണം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ മറ്റുള്ള കുറേ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിഞ്ഞുകൂടാ. അപ്പോൾ കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ നെഗറ്റീവ് ഉണ്ടാകും. നമ്മൾ അതിൽ നിന്നും അതും ക്ലെൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണായാമം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അത് പ്രാണായാമം മാത്രമല്ല, പിന്നെ നമ്മൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കുക. നമ്മൾ എന്താണോ നല്ലതായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അതിനും ഫലം വരും. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് അർഹിക്കുന്ന ആൾക്കാർക്കാണ് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിവാർഡ് നമുക്ക് തിരിച്ച് കിട്ടുമെന്നാണ് ഭഗവാൻ പറയണത്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സഹായിക്കേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളൊന്ന് സഹായം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. പിന്നെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ളൊരു എനർജിയാണ്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം. എന്തായാലും ഒരു ഹാപ്പി മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ലെറ്റ് ഗോ ഓഫ് ഫാൾസ് ഈഗോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളാണ് വലുത് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടുകളയണം. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അതൊരു ഈഗോ ആയിട്ട് ഇരിക്കാം. ചിലപ്പോൾ കൂടുതലും സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർക്ക് ഈഗോ പാടില്ല എന്ന് പറയും. നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏറ്റവും ഹമ്പിളായിരിക്കണം നമ്മളുടെ മാനസികാവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വിട്ട് കളയണം എന്നാണ് കാണുന്നത്. പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്.
നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകണം. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിനാണോ ആക്ഷൻ എടുക്കാൻ മടിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ശരിക്കും ആ സുപ്രീം ലോഡിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കെയറിങ്ങും ഒക്കെ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം. ഫ്ലോ വിത്ത് റിഥമാണ്. അപ്പോൾ ഒഴുക്കിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും അതിനൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിച്ചാൽ വീണ്ടും അത് നമ്മളിലേക്ക് വരും. ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം എനിക്കിനി ഇത് പറ്റൂല, പക്ഷേ അത് നമ്മളുടെ കർമ്മയിൽ അതുണ്ട്, അത് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പകുതി വെച്ച് വിട്ടിട്ട് പോയാൽ വീണ്ടും ആ ഒരു കർമ്മ വീണ്ടും നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മളെ പിന്തുടരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കരുത്. അത് അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് പൊക്കോട്ടെ. നിങ്ങൾ അതിൽ പോയാൽ മതി എന്നുള്ളതാണ്. അതിനിപ്പം നിങ്ങൾ എതിരായിട്ട് ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. സറണ്ടർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെയും നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കാനാണ്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സ്ട്രഗിൾ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും മാറാത്ത കുറേയധികം കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അത് പൂർണ്ണമായും സറണ്ടർ ചെയ്ത് കൊടുക്കുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇത് അവിടത്തേക്ക് ഞാൻ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം വരുള്ളൂ. ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈനാണ്. അപ്പം നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനാണ്. നമ്മുടെ സോളിൻ്റെ ഗുണങ്ങളിലായിരിക്കില്ല പലപ്പോഴും ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സോളിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ക്ഷമ, സ്നേഹം ഒക്കെയാണ്, അനുകമ്പ ഒക്കെയാണ് സോളിൻ്റെ ഗുണം. നമ്മൾ സോളിൻ്റെ ഗുണങ്ങളിലല്ല, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ് എപ്പോഴും. അപ്പം നിങ്ങൾ ഈ ഫ്രസ്ട്രേഷനൊക്കെ മാറ്റി വെച്ച് ആ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം. അപ്പം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇതെല്ലാം കടന്നു പോകും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇരിക്കണം. അത് ഏത് പ്രശ്നങ്ങളായാലും, അത് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയാലും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ശരിക്കും സറണ്ടർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്നാൽ അതിനൊക്കെയും പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. പല അസുഖങ്ങളും നമ്മൾ സോള് ക്യാരി ചെയ്യുന്നതാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും നമ്മുടെ സോള് കൊണ്ടുവരുന്ന അസുഖങ്ങളാണ് നമുക്ക് മാറാതിരിക്കുന്ന പല അസുഖങ്ങളും. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ സോള് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ സോളിനത് മാറ്റാൻ പറ്റും. നമ്മൾ പല ബുക്സിലും നമ്മൾ വായിക്കാറുണ്ട്. നമ്മളുടെ സോളിലൂടെ, നമ്മളുടെ ആ സോള് വിചാരിച്ചാൽ നമ്മളുടെ ആ ഒരു അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മൾ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഇത് അസുഖങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്നാൽ അതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ടഫായിട്ടുള്ളൊരു സൈക്കിൾ എൻഡ് ആകുന്നു. അപ്പോൾ അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതും നമുക്ക് നല്ലതല്ലെന്നുണ്ടെങ്കിൽ അത് എൻഡായി പോകും. അപ്പോൾ അത് എൻഡായി പോകുന്നത് പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ കാര്യത്തിനും എൻഡിങ് ഉണ്ട്, പക്ഷേ എൻഡിങ് ആണ് പുതിയ തുടക്കം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ എൻഡായി പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതെല്ലാം പുതുതായി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് പുതിയ തുടക്കമുണ്ട്, അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. ക്യൂൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയാണ്. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ് വേണ്ടത്. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ആടിപ്പോകരുത് എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചിരിക്കുക. പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആകുകയും വിഷമിക്കുകയും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയും മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുകയും ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഗുണത്തിലിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. അപ്പം നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ പലരും പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, ആരോടും വഴക്കിടില്ല, മറ്റാരുടെയും ഒരു എനർജി ഞാൻ ഇന്നത്തെ ദിവസം സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ
അങ്ങനത്തെ ഒരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. 3 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഇതൊരു കാർമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്ന ചില വ്യക്തികളോ സാഹചര്യങ്ങളോ നിങ്ങളെ വേദനിപ്പിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന വേദന വീണ്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്നുകൂടി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഓർമ്മകളിൽ വരുന്നതായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി വീണ്ടും അല്ലെങ്കിൽ ആ ഒരു സംഭവം വീണ്ടും അതിൻ്റെ ഒരു ചെറിയ വേദന ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അപ്പം ഇത് പുതിയ തുടക്കമാണ്, ക്ലാരിറ്റിയാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില പല കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. 7 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഒരുപാട് സ്ട്രഗിളിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ അലട്ടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പുറത്ത് ഒരുപാട് ആൾക്കാർ നിങ്ങളുമായിട്ട് വഴക്കിടാൻ വരാം, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാം, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു എനർജി, പുറത്തുള്ള ഈ നെഗറ്റീവ് എനർജി ഒന്നും എടുക്കാതെ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇതൊന്നും എൻ്റെ കാര്യമല്ല, ഇതൊന്നും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കാനാണ്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ്. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയിലുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ റിലീസ് ആകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്നുള്ളതാണ്. ഒരു കാർഡ് കൂടി എടുക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പുതിയ തുടക്കമാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അത് മാറ്റാനുള്ള അനുഗ്രഹം വരുന്നു എന്നും കാണുന്നു. 6 ഓഫ് കപ്പിന്റെ എനർജിയാണ്. പാസ്റ്റിലുള്ള ഒരാൾ വീണ്ടും നിങ്ങളെ കണക്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളെ വിട്ടിട്ട് പോയ ഏതെങ്കിലും വ്യക്തി, ഇതിൽ ഒരു 3 ഓഫ് സോഴ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങളെ ഹാർട്ട് ബ്രേക്കിലൂടെ കടത്തിക്കൊണ്ടുപോയ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇന്ന് നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ഈ ഒരാളിൻ്റെ കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു പ്രണയം, പഴയ ഒരു പ്രണയം മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പം എൻ്റെ ആയിപ്പോയ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ പിന്നെ ഇന്ന് പെൻഡുലം കയ്യിലില്ല. അപ്പം നമുക്കത് യെസ് ഓർ നോ നോക്കാം. ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.